എത്തിക്കാൻ ഞാൻ എന്റെ ശരീരം അതില്ലെങ്കിൽ നീ എന്തു ചെയ്യും പിതാവേ എന്ന് ഈ തോട്ടത്തിൽ വെച്ച് ഒരു വസന്തകാലത്ത് വിത്തുകളെല്ലാം വാരിയെറിഞ്ഞ് ഞാൻ അട്ടഹസിച്ചത് നിന്നെ പ്രകോപിതനാക്കിയോ? അത്യുന്നതങ്ങളിൽ വസിക്കും ദൈവമേ, ഞാൻ കഠിന വേദന അനുഭവിച്ചു തന്നെ നിന്റെ സൃഷ്ടിയെ ഭൂമിയിലെത്തിക്കുന്നു. എന്റെ ശരീരം നിന്റെ ഭാവനയുടെ വാഹനമാക്കി വർത്തിക്കുന്നു. എന്നിട്ടും എന്നെ പുറത്താക്കപ്പെടുവാൻ ഞാൻ എന്ത് തെറ്റാണ് പ്രവർത്തിച്ചത്? എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലേ നാഥ? സന്ദേഹിയായ എന്നോട് പൊറുക്കണേ. ദൈവമേ, സ്വന്തം ജീവനെ അപകടപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും പുതിയതിനെ ഭൂമിയിലേക്ക് എത്തിക്കാനൊരുങ്ങുമ്പോൾ ഓരോ ജീവജാലങ്ങളും നിന്റെ ആജ്ഞ അനുസരിക്കുന്നു. ഞാൻ മാത്രം അതിന്റെ നിഗൂഢത തിരിച്ചറിഞ്ഞ് അഹങ്കരിച്ചതിനാണോ ഈ പുറത്താക്കൽ? അതോ അരൂപിയാം നിന്റെ അമൂർത്തമായ ഭാവനയെ എന്നുള്ളിൽ രൂപം നൽകി ശ്വാസം നൽകി ഇവിടെ എത്തിക്കുന്നത് നിന്റെ അധികാരത്തെ വെല്ലുവിളിക്കുന്നതായി തോന്നിയത് കൊണ്ടാണോ? സൃഷ്ടി എന്നെ ഭാവനയെ പൂർണ്ണതയിലെത്തിക്കാൻ ഞാൻ എന്റെ ശരീരം അതില്ലെങ്കിൽ നീ എന്തു ചെയ്യും പിതാവേ എന്ന് ഈ തോട്ടത്തിൽ വെച്ച് ഒരു വസന്തകാലത്ത് വിത്തുകളെല്ലാം വാരിയെറിഞ്ഞ് ഞാൻ അട്ടഹസിച്ചത് നിന്നെ പ്രകോപിതനാക്കിയോ? ആ ഉന്മാദ നൃത്തത്തിന് ശേഷം ഉദ്യാനത്തിൽ മലർന്നു കിടക്കെ അരണ്ട സൂര്യപ്രകാശത്തിൽ ഞാൻ കണ്ടു പച്ച പുല്ലിന്റെ അറ്റത്ത് ചുവന്ന തുള്ളികൾ. അതിന്റെ ഭംഗിയിൽ മുഴുകി ഞാൻ കിടക്കുമ്പോഴായിരുന്നു നിന്റെ കോപം എന്റെ മേൽ വന്നു പതിച്ചത്. നീ എന്റെ ശരീരത്തെ ഭയക്കുന്നുവെന്നോ? എന്റെ ശരീരം നിങ്ങളുടെ യുദ്ധക്കടമാക്കിയിട്ടും എനിക്ക് പാട്ട് പാടാൻ സാധിക്കുന്നത് കൊണ്ടാണോ? നിഷ്കാസനമേകിയ അവകാശ യാത്രയുടെ ഭാരവും പേറി എന്റെ ശരീരം വികൃതമായിരിക്കുന്നു. ഒരു അഭ്യർത്ഥിയുടെ ഒളിവ്യാത്ര എന്റെ ഗർഭത്തെ ചോദ്യം ചെയ്യുന്നു. ദൈവമേ, ജനനം എപ്പോഴും അത് എന്തിനാണ് എന്നെ ഇങ്ങനെ ആകുലയാക്കുന്നത്? എനിക്കാണെങ്കിൽ ഈ തലയൊക്കെ പഴുതുപോലെ കിടക്കണം. ഒരൊറ്റ കറ പോലെ കാണരുത്. നേരം വെളുക്കുമ്പോ തന്നെ എനിക്ക് വെപ്രാളമാണ്. കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും ആക്കി വെച്ചിട്ട് ആദ്യത്തെ വണ്ടിക്ക് തന്നെ ഞാൻ ഇവിടെ വരും. ഒരൊറ്റ മിനിറ്റ് കളയാതെ ഞാൻ എന്റെ ജോലി തുടങ്ങും. എന്തൊരു കറയാണ് ഇവിടെയൊക്കെ. ഞാൻ നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അബ്ബാനി ഗലേറിയയിലെ ശാന്തേച്ചിയല്ലേ നിങ്ങൾ? ശാന്തേച്ചിയോ? ഏത് ശാന്തേച്ചി? ഞാൻ മേരിയ, മേരി ജോസ്. ഓ സോറി. ആ കടയിൽ വെച്ച് ഇതുപോലെ കറയെപ്പറ്റി സംസാരിക്കുന്ന ഒരു ശുചീകരണ തൊഴിലാളി സ്ത്രീയെ ഞാൻ കണ്ടിരുന്നു. ശുചീകരണ തൊഴിലാളി സ്ത്രീയോ? ഞാൻ ശുചിത്വ സേവിനിയാണ്. ശുചിത്വ സേവിനി. ഒരൊറ്റ കറ ഞാൻ അവശേഷിപ്പിക്കില്ല. ഇങ്ങോട്ട് മാറി നിൽക്കൂ. മേരി ചേച്ചി, ഒന്ന് വേഗമാകട്ടെ. അങ്ങോട്ട് മാറിയിരിക്കൂ. വഹബടി സാഹിറ സിയാദ്, 34 വയസ്സ്, ബംഗാൾ സ്വദേശി. ശരിയല്ലേ? 13 മാസമായി ഗർഭിണി. ഭർത്താവേ, 13 മാസമായി ഗർഭിണി.
നോക്കൂ, ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ സമ്മാനമാണ്, അല്ലേ? വളരെ ശരിയാണ്. ഇവിടെ ഈ അടുത്ത കാലത്ത് ദൈവകൃപ കൊണ്ട് നിറഞ്ഞിരുന്നതാ. സാഹിറ, നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളുടെ വയറിനുള്ളിലെ കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താം. ഇവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രിയാണ് നിങ്ങളെ ഇങ്ങോട്ട് റെഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുഞ്ഞിനെ കണ്ടെത്തിയേ പറ്റൂ. സാഹിറ, സഹകരിക്കണം. നീ എവിടെയാണ് നിന്റെ കുഞ്ഞിനെ ഈ യന്ത്രത്തിന്റെയും മനുഷ്യരുടെയും കണ്ണുകൾ വെട്ടിച്ച് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സാഹിറ, ഒരു പക്ഷേ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഈ ഒരു സന്ദർഭത്തിന് വേണ്ടിയായിരിക്കണം. എവിടെയാണ് നിന്റെ കുഞ്ഞ്? എവിടെയാണ് നിന്റെ കുഞ്ഞ്? নিজের সময় লাশ পর্যন্ত প্রত্যেকই নির্ধারিত হয়, গর্ভে থাকতে হয়। എന്റെ അരൂപാവസ്ഥയത്തിൽ എന്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. എന്റേതായ ദിവസങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പേ നീ അവ ഓരോന്നിനെ പറ്റിയും നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് സ്ത്രീയെ, നീ നിന്റെ കുഞ്ഞിനെ കാണിച്ചു തരൂ. അതിനെ ഈ ലോകത്തിലോട്ട് ആനയിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അവിടെ എന്തൊരു വിളിയും ബഹളവുമാ! എത്ര എണ്ണമാ! ഡോക്ടർമാർ പോലും ജസ്റ്റിസാറിനെ ഏൽപ്പിക്കുന്നത്. ഓരോ കുഞ്ഞിനെയും ഭൂമിയിലേക്ക് ഇറക്കുന്നതിൽ ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണുന്നു. ആ പുണ്യപ്രവൃത്തികളാൽ എന്റെ കൈകൾക്ക് ഖനം വച്ചിരിക്കുന്നു. അയ്യോ, അവരോട് കുറച്ചുകൂടി മയത്തിൽ പെരുമാറൂ. അവർ പാവമാണ്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ? ഇല്ല. എനിക്കുമില്ല. പക്ഷെ ഇവൾ അങ്ങനെയാണോ? വയറിനുള്ളിൽ എവിടെയോ മനുഷ്യരുടെയും യന്ത്രത്തിന്റെയും കണ്ണുകൾ വെട്ടിച്ച് കുഞ്ഞിനെ എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. വഹാബട്ട്, അടുത്തയാൾ വരൂ. കവിത, യെസ്, ഇങ്ങോട്ട് മാറിയിരിക്കും. നിങ്ങൾക്കും ഇല്ലായ്മയാണല്ലോ പ്രശ്നം. പിറകിൽ കണ്ടെത്താനാകാത്ത വീക്കം. നിങ്ങൾ ദൈവവിശ്വാസിയാണോ? അല്ല. പിന്നെ യുക്തിവാദി? എനിക്കറിയില്ല. ഞാൻ ജീവിക്കുന്നു, അതാണ് എൻ്റെ വിശ്വാസം. ജീവിതത്തിന്റെ രഹസ്യം അറിയുന്നവനാണ് ദൈവം. 2 ദിവസമായി ഞാൻ ദൈവത്തിങ്കൽ തിരി തെളിയിച്ചിട്ട് സ്തോത്രം ചൊല്ലിയിട്ട് കണ്ടില്ലേ, യന്ത്രത്തിന്റെ കണ്ണുകളിൽ നിന്ന് പോലും രഹസ്യങ്ങൾ മറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എത്ര കോടി രൂപയുടെ മൂല്യമുള്ള യന്ത്രമാണിത്. എന്നിട്ടും എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? ശരിയാണ്. ഇവിടെ വന്നിട്ട് ഒരു ഫലവുമില്ലാതെ പോകാനൊക്കുമോ? എന്തൊരു കഥയാണിവിടെ! എന്റെ കണ്ണു വെട്ടിച്ച് ഒരൊറ്റ കറ പോലും രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് പുറത്തു പോകാനാകില്ല. നിങ്ങളെ വിശദമായ പരിശോധനയ്ക്കായി
ഇവിടെ നിർത്തേണ്ടതുണ്ട്. അതെങ്ങനെ സാധിക്കും? എനിക്ക് വീട്ടിൽ പോകണം. മാത്രമല്ല എൻ്റെ ഭർത്താവ് കാത്തിരിക്കുകയുമാണ്. നിങ്ങൾക്ക് പുറത്തു പോകാനാകില്ല. ദയവായി നിങ്ങൾ എന്നോട് സഹകരിക്കൂ. എന്തൊരു കറയാ! കട തുറക്കുന്നതിന് മുമ്പ് ഇതെല്ലാം വൃത്തിയാക്കണം. എത്രയും കൃപയുള്ളവനെ, നിന്റെ സൃഷ്ടിയെ പൂർണ്ണതയിലെത്തിക്കുവാൻ ഞാൻ തടസ്സം നിൽക്കുകയുണ്ടായി. ഈ പാപത്തിൽ നിന്നും എനിക്ക് മോചനമുണ്ടോ? ഇതാ ഞാൻ 1000 തിരികൾ തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ യാചിക്കുന്നു. എന്റെ മനസ്സിലെ ഇരുട്ടകറ്റാൻ യത്നിക്കുന്നു. എത്രയും കൃപയുള്ളവനെ, എത്രയും കൃപയുള്ളവനെ, എത്രയും കൃപയുള്ളവനെ. ഇവിടെ ആരുമില്ലേ? കട തുറന്നാണല്ലോ കിടക്കുന്നത്. ഇവിടെ ആരുമില്ലേ? കട തുറക്കാൻ ഇനി അരമണിക്കൂർ ബാക്കിയുണ്ട്. അല്ല, നിങ്ങൾ എങ്ങനെ അകത്ത് കയറി? സെക്യൂരിറ്റി എവിടെ? ഞാനൊരു സാരി മേടിച്ചുകൊണ്ട് ഉടനെ പോയിക്കൊള്ളാം. മാത്രമല്ല പുറത്ത് ഞാൻ ആരെയും കണ്ടതുമില്ല. നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ആ പരീക്ഷണശാലയിൽ വെച്ച് അല്ലേ? മേരി അടുത്ത് അല്ലേ? അയ്യോ, ശാന്തേച്ചി തന്നെയാ. ശാന്തേച്ചി, നിങ്ങൾ പുറത്തു പോകണം. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ആരെയും കയറ്റാറില്ല. പുതിയ സെക്യൂരിറ്റി ആയതുകൊണ്ടാ. ഞാൻ തുണി മേടിച്ചുകൊണ്ട് ഉടനെ പോയിക്കോളാം. മാത്രമല്ല ഈ കടയുടെ പുറത്ത് ഞങ്ങൾക്ക് ഇരിക്കാനൊരു ഇടവും ഇല്ലല്ലോ. അത് നോക്ക്, അവിടെ കാപ്പിക്കട തുറന്നിട്ടുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ വല്ലതും തിന്നും കുടിച്ചു ഇരിക്കുമ്പോഴേക്കും കട തുറക്കും. അപ്പോ വന്ന് സാധനം വാങ്ങി പോകാമല്ലോ. ഓ, അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ പുറത്തു പോകണം. എനിക്കിവിടെ ജോലിയുണ്ട്. എന്റെ മകൻ. അപ്പൊ ഇവരൊക്കെ ഇവളുടെ കൂട്ടുകാരാ. പാവങ്ങൾ. ഒരേ നിൽപ്പല്ലേ. നിന്ന് നിന്ന് ഇവത്തുങ്ങളുടെ കാലുകളൊക്കെ പൊട്ടി
ഒലിച്ച് ഇവിടമാകെ അപ്പടി കറയാകും. അതിരാവിലെ വന്ന് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെടിപ്പാക്കി വെക്കും. എന്നിട്ട് ഇവിത്തുങ്ങളെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഉടുപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കും. ഇല്ലില്ല, എന്റെ മോൾ ഇവിത്തുങ്ങളെ കൂട്ടത്തിലില്ല. ഇവിത്തുങ്ങളെ പുതിയ ബാച്ചാ. ആ, ചില ദിവസങ്ങളിൽ അതിരാവിലെ 3-4 മണിക്കൊക്കെ എനിക്ക് മുതലാളിയുടെ വിളി വരും. അപ്പൊ ഞാൻ ഷടേന്ന് ഇങ്ങോട്ട് ഓടി വരും. അവിടുന്ന് ഒരു വളവ് തിരിഞ്ഞാൽ എന്റെ വീടാ. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, സാധനം കയറ്റുന്ന വണ്ടിയില് കുറെ ബൊമ്മകൾ മാറും തുടയുമൊക്കെ മാന്തി പൊളിച്ച കണക്ക്. അപ്പൊ ഞാനിങ്ങോട്ട് ഓടിക്കയം. ഈ തറയാകെ കറയായിരിക്കും, കട്ടിയുള്ള കറ. ഞാൻ അപ്പൊ തന്നെ എന്റെ പണി തുടങ്ങും. തുടച്ചു പിഴിയുമ്പോ വെള്ളമെല്ലാം കലങ്ങി അങ്ങനെ ബീട്രൂട്ട് തിളപ്പിച്ചതുപോലെയാകും. നേരം പരപരാ വെളുക്കുന്നത് വരെ ഞാൻ പണിയെടുക്കും. അങ്ങനെ തറയെല്ലാം വെടിപ്പായിരിക്കുമ്പോ ഞാൻ എന്റെ ഫ്ലാസ്കിൽ നിന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കുടിക്കും. എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? എല്ലാവരും സാധനവും വാങ്ങി പായുകയല്ലേ? പട്ടുകുപ്പായമിട്ട ബൊമ്മകളുടെ കഥ കേൾക്കാൻ ആർക്കാ നേരം? ഈ സുന്ദരി എന്റെ മകൾ. ഒരു ബൊമ്മ. ബൊമ്മയൊക്കെ തന്നെ, പക്ഷെ ഇവരും നമ്മളെ പോലെ തന്നെയാ. തൊട്ട് നോക്ക്, തൊലിയുടെ ചൂടറിയാം. എന്റെ സുന്ദരി കുട്ടി പണ്ടിവൾ ചലിക്കുമായിരുന്നു, ചുറുചുറുക്കോടെ ഓടി നടന്ന് പണിയെടുക്കുമായിരുന്നു. സുന്ദരിക്കുട്ടി ആദ്യമായി ഇവിടെ പണിക്ക് വന്നപ്പോ മാനേജർക്ക് ഇവളെ ഇഷ്ടമില്ലായിരുന്നു. മറ്റുള്ളവരുടെ അത്ര ആഹാര വടിവൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒരുത്തനെ വരുത്തി. സുന്ദരിയുടെ ആഹാര വടിയൊക്കെ ചെത്തി വൃത്തിയാക്കി അളവിലാക്കി. പിന്നെ പലതരം വസ്ത്രങ്ങൾ അണിയിച്ചു. അത് എങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് പരിശീലിപ്പിച്ചു. പിന്നെ അയാൾ സുന്ദരിയുടെ മുഖത്തെ ചിരി ശരിയാക്കി. അപ്പരൽ ഗലേറിയയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അപ്പരൽ ഗലേറിയ.
അപ്പേരൽ ഗലേറിയ ഒരു ഇൻക്ലൂസീവ് ആയ ഷോറൂമാണ്. ഏതൊരു വിഭാഗക്കാർക്ക് പറ്റിയ ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്. ഇനി മണ്ഡപത്തിൽ കയറൂ. ഓക്കെ, നമസ്കരിക്കൂ. നോക്കൂ, ഈ വസ്ത്രം ഒട്ടും ചുളുങ്ങുകയോ മടങ്ങുകയോ ചെയ്യുകയില്ല. എല്ലാ ചടങ്ങും നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്കിനി ക്യാഷ് വെയർ നോക്കാമല്ലേ? നിങ്ങൾ ഞങ്ങളുടെ പുതിയ ഷോ ഓഫ് യുവർ അപ്പയർ എന്ന സെക്ഷനിലേക്ക് വരുന്നുവോ? ഇവിടെ നിങ്ങൾക്ക് സ്വയം ഒരു മോഡലാകാം. ഞങ്ങളുടെ കളക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരെണ്ണം തിരഞ്ഞെടുത്ത് അത് എക്സിബിറ്റ് ചെയ്യാം. കമോൺ കമോൺ. കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാനവുമുണ്ട്. ട്രൈ. അങ്ങനെ എന്റെ സുന്ദരി കുട്ടി പാടിയും വട്ടം കറങ്ങിയും കയറി ഇറങ്ങി പണിയെടുത്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഓ യുവർ ഹൗസ് മേറ്റ്, അവർക്ക് നമ്മളുടെ പുതിയ പ്രഗ്നന്റ് വുമൺ കളക്ഷൻ ട്രൈ ഔട്ട് ചെയ്യാം. സി, എന്തെല്ലാം സൗകര്യങ്ങളാണ് അതിലുള്ളത്. അതാ നോക്കൂ, നമ്മളുടെ ഒരു അതിഥി തൊഴിലാളി സ്ത്രീ പ്രഗ്നന്റ് വുമൺ കളക്ഷൻ ട്രൈ ഔട്ട് ചെയ്യുന്നു. നമുക്ക് അവരോടൊന്ന് ചോദിച്ചറിയാം. ഹലോ, തുമാരാ നാം ക്യാ ഹേ? പൂജ. പൂജ. പൂജയ്ക്ക് ഗോഡ്സ് ഓൺ കൺട്രി ഇഷ്ടമായോ? അതെ, പൂജയ്ക്ക് നമ്മുടെ നാട് വളരെയധികം ഇഷ്ടമായി. അപ്പേരൽ ഗലേറിയ ഒരു ഇൻക്ലൂസീവ് ആയ ഷോറൂമാണ്. ഏതൊരു വിഭാഗക്കാർക്കും പറ്റിയ ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്. എക്സ്ക്യൂസ് മീ മാഡം, ഡാർക്ക് കോംപ്ലക്സ് വെച്ച് വേർ ആ ഭാഗത്താണ്. പറ്റില്ല മാഡം, ഞങ്ങൾക്കത് ആ മാഡത്തെ ഷൂട്ട് ചെയ്യണം. ക്രൂ റെഡി അല്ലേ? മാഡം ഇവിടുന്ന് പോയിട്ടുണ്ട് പ്ലീസ്. മാഡം പ്ലീസ്. മാഡം ഒന്ന് വേഗമാകട്ടെ. വരൂ, ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. ദിവസങ്ങളില് പണിയെടുത്ത് വല്ലാതെ വരുമ്പോ ഞാൻ ഈ പിന്നാമ്പുറത്തുള്ള താഴെ ഈ കരണ്ടിന്റെ മുറിയിൽ വന്നിരിക്കും. ഇവിടെ ആരും അങ്ങനെ വരാറില്ല. ആരാത്? ആരാത്? ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ, ദേ ഈ സുന്ദരി കൊച്ച്. ആഹാ, നീയാണല്ലേ? ദേ, ഇവിടെ വരാൻ. ഇവൾ ആദ്യമായി എന്നെ കണ്ടപ്പോഴൊന്ന് പരിങ്ങി. അതിനുശേഷം ഞങ്ങൾ കയ്യിൽ കരുതിയ ഭക്ഷണം പങ്കുവച്ചും
വിശേഷങ്ങൾ കൈമാറിയും ഈ ഗൂഢ സങ്കേതത്തിൽ കണ്ടുമുട്ടിയിരുന്നു. സുന്ദരി, അമ്മ അമ്മ ഞാൻ ബൊമ്മ ആകില്ല. കൂട്ടുകാരികളിൽ പലരും ബൊമ്മകളാകുന്നത് ഇവളെ വല്ലാതെ അലട്ടിയിരുന്നതായി എനിക്ക് തോന്നിയിരുന്നു. അമ്മ ഞാൻ ബൊമ്മ ആകില്ല. ഇവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാലും ഇവൾക്ക് ഇവിടെ പണിയെടുക്കാൻ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ഊഹിച്ചു. ചമഞ്ഞൊരുങ്ങി നടക്കാൻ ഇവൾക്ക് ഏറെ പ്രിയമായിരുന്നല്ലോ, അല്ലേ എന്റെ സുന്ദരി? എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നഖങ്ങളിൽ മഴവിൽ വർണ്ണങ്ങൾ പൂശിയും കൺതടങ്ങളിൽ നിറം പിടിപ്പിച്ചും ഇവൾ ഇരിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ എന്നെയും ഒരുക്കും എന്റെ സുന്ദരിക്കുട്ടി. സുന്ദരി, സുന്ദരി, അമ്മ അമ്മ ഐശ്വര്യ ചേച്ചി ബൊമ്മായി. അവളെ ഒന്നാം നിലയിലെ ഡിസ്പ്ലേ വിൻഡോയിലേക്ക് മാറ്റി. ഞാൻ ഇവിടം വിടുക. ഈ വർണ്ണങ്ങളും ചമയങ്ങളും ഒക്കെ വിട്ട് ഇനി വീട്ടിലെ വിരസമായ ദിനചര്യകളിൽ ഒതുങ്ങിക്കൂടണം എന്ന് ഓർക്കുമ്പോഴാ എന്ന് പറഞ്ഞു അവൾ കരഞ്ഞിരുന്നു വന്നു. പിന്നെ ഏറെ നാളുകൾ ഞാൻ അവളെ കണ്ടിരുന്നില്ല. എന്റെ മോൾ ഇവിടം വിട്ട് പോയി എന്ന് ഞാൻ കരുതി. അയ്യോ, ഇവിടെ എന്താ ഫാഷൻ ഷോ?
മുതലാളിയുടെ വിളി വന്നപ്പോ ഞാൻ ഓടിയെത്തി ഈ തറയാകെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ ഇളം ചൂടുള്ള എന്തോ ഒന്ന് എന്നെ ചുറ്റിപ്പിടിക്കുന്നത് പോലെ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ ഈ സുന്ദരി കൊച്ച് ദേഹമാകെ പൊട്ടിയൊലിച്ച്. പിന്നെ ഞാൻ ഒട്ടും സമയം കളഞ്ഞില്ല. മുറിവൊക്കെ തുടച്ച് ആരും കാണാതെ ഞങ്ങളുടെ പഴയ സങ്കേതത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. ഇവളെന്റെ സ്വന്തം മോളാണ്, എന്റെ സുന്ദരിക്കുട്ടി. നോക്ക്, ഒരൊറ്റ കറ പോലുമില്ല. ഒരു പള്ളിയുടെ തറ പോലെ പരിശുദ്ധിയുള്ള വെടി. രാരിരാരോ, രാരാരിരോ, രാരാരിരാരോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ദാ നോക്ക്, കുളിപ്പിച്ച അമ്പിളിക്കുട്ടനെ പോലെ ആക്കിയിട്ടുണ്ട്. കവിളിൽ ഒരു ഉമ്മ കൊടുക്കാൻ പോലും മടി തോന്നുന്ന തരത്തിൽ. ഏതാണ് ഈ കുഞ്ഞ്? സാറിന് ഓർമ്മയില്ലേ, കഴിഞ്ഞ ബുധനാഴ്ച ഇതിനെ പെറ്റിട്ടിട്ട് ഇതിന്റെ തള്ള മരിച്ചു പോയ കേസ്? നിങ്ങൾക്കറിയോ, ഇതിന്റെ തന്ത ഇതിനെ മുലയൂട്ടാൻ എന്നെ ഏൽപ്പിച്ചതാ. ഞാൻ ആസപ്പെട്ട മാതിരി ഒരാമ്പുള്ളയെ തണ്ടു വിട്ട് സെன்று വിട്ടാൽ അന്ത പുണ്യവതി എന്ന് കണ്ണീരോടെ അയാൾ പറഞ്ഞിട്ടാ മറന്നു. ഓ, ഞാൻ ഓർക്കുന്നു ആ സ്ത്രീയുടെ രൂപം. മഴയിൽ നനഞ്ഞു കുതിർന്ന് ബെഡൊലിയായ അക്ഷമയോടെ നിന്നിരുന്നത്. എന്തൊരു വേവലാതിയായിരുന്നു ആ സ്ത്രീക്ക്. വേദന തുടങ്ങിയപ്പോഴേക്കും അവർ ആവശ്യത്തിൽ കൂടുതൽ തള്ളിക്കൊണ്ടിരുന്നു. ഏയ് ഏയ് കുട്ടിങ്ങ് പോന്നോളൂ എന്ന് പരുഷമായി തന്നെ പറയേണ്ടി വന്നു.
لغليلو في ولاية دشمة نصرات تبفلتو كنتو طلبتو الجورو دشمة يوسف وبيتو داوي وش ما دبفلتو مريم وعابر سيدا ومالاخو ومليلا എന്നിട്ടെന്താ തല കണ്ടപ്പോഴാ തുടങ്ങിയില്ലേ? കുഞ്ഞാണാണോ സിസ്റ്റർ, കുഞ്ഞാണാണോ സിസ്റ്റർ? അവസാനം ആണാണ് കുഞ്ഞെന്ന് പറഞ്ഞപ്പോ ആ മുഖത്തെ ആശ്വാസം, ഒരു ചെറു ചിരി ഉറച്ചു പോയത് ഇപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. പാവം, ഒരു രാത്രി അനുഭവിച്ച വേദനയ്ക്ക് പകൽ നൽകിയ ആഹ്ലാദ സമ്മാനം. എന്തൊരു അത്ഭുതമാണ് ദൈവമേ നിന്റെ ഈ സമ്മാനം. ഇതിനു വേണ്ടിയായിരുന്നോ നീ സൃഷ്ടിക്കപ്പെട്ടത്? എവിടെയാണ് സൃഷ്ടിയുടെ തുടക്കം? എവിടെയാണ് സൃഷ്ടിയുടെ തുടക്കം? ആണിന്റെയും പെണ്ണിന്റെയും ചേർച്ചയിൽ നിന്നോ? അല്ല അല്ല, ഇത് നിന്റെ മഹത്തായ ഒരു ആശയം. ഇത്രയും അനുഗ്രഹീതമായ ഉയരത്തിൽ ഞാൻ നിൽക്കുമ്പോഴും എൻ ദൈവമേ, മറ്റൊരിടത്ത് നിന്റെ ഈ മഹത്തായ ആശയം നിറവേറ്റാനാകാതെ ഞാൻ തടസ്സം നിന്നു. എങ്ങനെ ഈ കൈകൾ നിന്റെ സമ്മാനത്തെ അതിൻ്റെ പരിശുദ്ധിയോടെ പരിപാലിക്കും? എങ്ങനെ? പാപത്താൽ എൻ്റെ കൈകൾക്ക് ഖനം വെച്ചിരിക്കുന്നു. പാപത്താൽ എൻ്റെ കൈകൾക്ക് ഖനം വെച്ചിരിക്കുന്നു. നിങ്ങൾ ആർക്കു വേണ്ടി എന്തു ജോലി ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ യജമാനനായ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതായി കരുതി ആത്മാർത്ഥതയോടെ പണിയെടുക്കുക എന്നാണല്ലോ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ തൊഴിൽ ദാതാവിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പണിയെടുക്കുമ്പോൾ ആ പണിയുടെ ഭാഗമായി ഒരു പാപകർമ്മം ചെയ്യുന്നുവെങ്കിൽ ദൈവമേ, അത് പാപമായിട്ടാണോ പുണ്യമായിട്ടാണോ കണക്ക് വയ്ക്കുക? ദൈവമേ, പാപ പുണ്യ ചിന്തകളിലെ വൈരുദ്ധ്യങ്ങളിൽ കുരുങ്ങിപ്പോയി എൻ്റെ നീതിബോധം ഇഴ പിരിച്ചെടുക്കാൻ ഞാൻ നന്നേ പാടുപെടുന്നു. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് 5 പുതുജീവനുകളല്ലേ സാർ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെന്താ? അതെ, നിലവിളിക്കുന്ന 5 സ്ത്രീകൾ. അവരെ ശാസിച്ചും ശിക്ഷിച്ചും ദൈവത്തിൻ്റെ സമ്മാനം കൈപ്പറ്റാൻ ഞാൻ അവരെ സജ്ജരാക്കി. എന്നിട്ടും അതങ്ങ് പോട്ട്. ഒന്നിനെ കളഞ്ഞു എന്ന് വെച്ചപ്പോ പുണ്യത്തിന്റെ കണക്കിലല്ലേ കൂടുതലുള്ളത്? വെറും പാപപുണ്യങ്ങളുടെ കണക്കെടുപ്പുകളിൽ ഒതുങ്ങുന്നതല്ല മേരി ചേച്ചി എൻ്റെ ആശങ്കകൾ. എൻ്റെ വിശ്വാസങ്ങളുടെയും അതിൽ ബലമായി കടന്നു കയറുന്ന കേവല മാനുഷിക ചിന്തകളുടെയും പൊരുത്തക്കേടുകളാണ് എന്നെ വ്യാകുലയാക്കുന്നത്.
ഇന്ന് ഞാൻ കണ്ട ആ പെൺകുട്ടി ഒരു സുന്ദരി കുട്ടി, 12 വയസ്സുള്ള ഒരു സുന്ദരി കുട്ടി. മേശമേലിരിക്കുന്ന കുരങ്ങന്റെ പാവയെ നോക്കി ചിരിക്കുന്ന ആ 12 വയസ്സുകാരി വീർത്തു വരുന്ന നെഞ്ചും ഉന്തിയ വയറുമായി പ്രകൃതിയുടെ ഏതോ ആഭാസമായി എനിക്ക് അനുഭവപ്പെട്ടു. ആ കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞാൻ കണ്ണുകൾ അടച്ചു. ആ കുട്ടിയുടെ അമ്മ നീട്ടിയ കോട്ടോട ഡോക്ടർ കൈപ്പറ്റിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസമാണ് തോന്നിയത്. എന്റെ മുന്നിലുള്ള ആ ഭീവത്സ കാഴ്ചയ്ക്ക് വിരാമമിടാമല്ലോ. ഓരോ ജീവനും ദൈവമേ നിന്റെ സമ്മാനമെങ്കിൽ പിന്നെ എന്തിനൊരു 12 വയസ്സുകാരിയിൽ ബലമായി നിക്ഷേപിക്കുന്നു? ഈ പാപത്തിൽ നിന്നും നിനക്ക് മോചനമുണ്ടോ? കേവലം മനുഷ്യരുടെ ന്യായ അന്യായങ്ങളെ അളക്കാവുന്നതാണോ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ അനന്തമായ നീതിബോധം? കുഞ്ഞുങ്ങളെ അവരുടെ ബാല്യത്തിൽ തന്നെ ദൈവം തിരിച്ചു വിളിക്കുന്നില്ലേ? അവരുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ അതിന് തടസ്സമാകുന്നില്ലല്ലോ. ഒരു 12 വയസ്സുകാരിക്ക് ഭ്രൂണത്തെ ഉള്ളിൽ പേറാനാകുന്നുവെങ്കിൽ അത്തരത്തിലൊരു പുതുജീവൻ ഭൂമിയിലെത്തേണ്ടത് ദൈവനിശ്ചയം മാത്രമല്ലേ? ഇല്ല ഇല്ല, ഞാൻ വിശ്വസിക്കുന്നു നിന്റെ സൃഷ്ടികളിലും പാഴ്വിത്തുകളില്ലേ വിതച്ചാലും വളരാത്തവ അത് വളരേണ്ടതല്ല എന്നല്ലേ നിന്റെ ഹിതം? നിന്റെ വിശ്വാസികൾ തങ്ങളുടെ എണ്ണപ്പൊരിമ കൂട്ടാനുള്ള ന്യായമല്ലേ എല്ലാ വിത്തുകളും മുളയ്ക്കണമെന്നുള്ളത്? ആ കുഞ്ഞിന്റെ ജനയിതാവ്, ആ കുഞ്ഞമ്മയുടെ കുഞ്ഞിന്റെ ജനയിതാവോ സൃഷ്ടിക്കായി മാത്രം ജനിപ്പാനല്ലേ ദൈവം അനുശാസിക്കുന്നത്? ദൈവ സൃഷ്ടിയായ കുഞ്ഞിനെ ഭൂമിയിലെത്തിക്കാൻ ദൈവത്തിന്റെ കാര്യകർത്താവായ ആ മനുഷ്യൻ പാപിയെങ്കിൽ ദൈവമേ നിനക്കും ആ പാപത്തിൽ പങ്കില്ലേ? പാപിയായ നിന്നെ ഞാൻ എന്തിനു വിശ്വസിക്കണം? പാപിയായ നിന്നെ ഞാൻ എന്തിനു വിശ്വസിക്കണം?
মুন্না 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 আমি এখানে আছি। আয় এখানে। কোথায় বলতো? আমি ওই টুকাই খেলছিলাম। সাবধান কিন্তু, আমি দূরে যেতে বেরোত করছি না। আর জিতে যাস খুব মার মারবো। আয় মুন্না, খেতে বস। আমি খাবি না। খাবি না? ঠিক। কি চাই বল? আমি গান গাবো। গান গাবো। আমরা সুন্দর স্বপ্ন বিদ গেল, আমরা সুন্দর স্বপ্ন বিদ গেল, আমরা ছোট্ট মেয়ে। আমি ওরা কেন আমাদের মারতে এলো? ও মানব জাতি, আমি শুধু একমাত্র দম্পতি থেকে তোমার নিয়ে সৃষ্টি করলাম, তারপর বিভিন্ন জাতি জাতি হয়ে দেশ দেশান্তরে ছিড়িয়ে ছিটিয়ে আছে। এইভাবে তোমরা পরস্পরকে ভালো চিনতে পারবে। আমরা কেন এলাম এখানে? এ গান করলো পছন্দ করে না। আমরা এ গান দাগ বানাবো। তুই তো আমার লক্ষ্যের সোনা। আজ তোকে আজ একটা গল্প করি। গল্প গল্প। হ্যাঁ, গল্প গল্প তোর মহাদাদুর গল্প। এককালে তোর মহাদাদুর সঙ্গে খেলতে এক বান্ধবী আসতো। যখন বাড়ির লোক কাজ বেরোতো, মহাদাদু ঢালেনে এসে সিটি বাজাতো। আর সেই মেয়েটি দৌড়ে আসতো। বাড়ির লোক ফেরা পর্যন্ত দুজনও খেলাধুলো করত। কি ছটা দূরে হাওয়ায় উড়ন্ত এক পতাকা দেখে ওরা খুব মজা পেত। কোথায় দেখতে পাচ্ছি না তো। এসো আমি দেখিয়ে দিচ্ছি। ও ওই পতাকা সাথী, আমি তোকে বিয়ে করব। দিন যেতে যেতে মহাদাদু বড় হলো। বিয়ের বয়স হতেই ছোটবেলার বন্ধুকে দেখে সে ডাকলো। শান্তির কি এমনি জ্বালা গো বৃন্দেশ্বরী, শান্তির কি এমনি জ্বালা।
কিন্তু মেয়েটি সাড়া দিল না, কিন্তু মেয়েটি সাড়া দিল না। হাসিনা, ওই হাসিনা! নাম ডাকতে ডাকতে মহাদাদু এক বাড়ার কাছে এলো। তখনই দুজন বন্দুক আওয়াজ ভেসে এলো। খবরদার, দাঁড়া ওখানে। দাদু খোকা ঘাবড়া গেল। তখন সে দেখে পতাকার রং বদলে গেছে। বন্দুকগুলো গলে সাথে বলল, এটা আমাদের পতাকা, আমরা স্বাধীন হলাম, তোরা তোদের পতাকা উত্তোলন কর। মহাদাদু হতাশ হয়ে হেরে যায়। বিয়ে করে নতুন বউ নিয়ে বাড়ি ফেরার পরে সে পতাকা দিকে তাকিয়ে থাকে। ওই রইল তোর সাধের দোকানদারি, ওই রইল তোর সাধের দোকানদারি, পাশান মনোরে। ওই রইল তোর সাধের দোকানদারি। ও মনরে মন, কেহ কাটে ছাড়ি বন্দুকের গর্জন শুনে মহাদাদু ছেলে মেয়ে বড় হয়। চার বিহারায় কাঁধে করে বলছে হরি হরি, পাশান মনোরে। ওই রইল তোর সাধের দোকানদারি, বলি কই রইল তোর সাধের দোকানদারি, পাশান মনোরে। মুন্নার দাদু জয় বিয়ের বয়স, তখন সে আবার দেখতে চায় পতাকার রং বদল। ও মনরে মন, তুমি এই না মুখে খেয়েছ কত দেওয়া মিশ্রি চিনি, আজ সেই না মুখে জেলে দিল, সেই না মুখে জেলে দিল জ্বলন্ত সীমান থেকে কাটা তারে বেড়ায়, বড় বড় গর্ত তৈ দিহা আর সেই ফাঁক দিয়ে বালক দাদু আর বালিকা দিদা নিয়মিত পশু চড়াত। তুমি এই মাথায় বেঁধেছ কত শালেরি পাগিরি, আজ সেই মাথা তোর নদীর কূলে, সেই মাথা তোর নদীর কূলে পারে গড়াগড়ি, পাশান মনোরে। কই রইল তোর সাধের দোকানদারি, বলি কই রইল তোর সাধের দোকানদারি, পাশান মনোরে। কই রইল তোর সাধের। দাদুর মেয়ে যখন বিয়ের বয়স হলো, সীমানার ওই কাটা তারের ফাঁক দিয়ে এক ছেলে এপার এলো। मन যখন মিলতে যায় তখন তো সীমানার বাবা মানে না। তুমি কি অপা দেখে এলে নাকি এপা দেখে অপা দিয়ে আবার ফিরে এলে? ওই ওয়াহিদা,
মুন্নার বাবা মা নদীর পাড়ে ঘর পাতে। কিন্তু নদীর ক্রোধে ওরা ওদের ফসল এবং পালিত পশু হারায়। সেই সময় ওর জানতে পাই যে ওইখানে কাজ আছে। এবার এক নৌকা যেন এক বাবু এসেছে। साहिरा साहिरा अभी सियाद सियाद साहिरा सियाद ये सो जाए এক মন হলে সেই যেতে পারে ওই আমার গৌরী চাঁদের দরবারে এক মন হলে সেই যেতে পারে এক মন হলে সেই যেতে পারে Shares of the company become shareholders and own part of the company. Shareholders are listed. ഹലോ അത് തന്നെ മോണോപ്പൊളി സ്ട്രീറ്റ്. ആ നമ്മുടെ വിക്ടർ തന്നതാണ്. ഛേ, പണ്ട് നമ്മുടെ കൂട്ടത്തിൽ എക്കണോമിക്സ് പഠിച്ചിരുന്ന വിക്ടർ അവൻ തന്നെ. ആ ആ ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ദോ ചൂസ് യുവർ സെറ്റിങ്സ് വരും. ഓപ്ഷൻസിൽ പോണം അല്ലേ? ആ പോയി. പിന്നെ ടീച്ചർ ആ ഒപ്പോണന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. ചെയ്തു. ഓക്കെ ഓക്കെ, ഇപ്പോൾ അകത്ത് പോകാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. ഓക്കെ ശരി. ആ ടീച്ചർ ഇരിക്കേ. ഇത് മോണോപ്പൊളി സ്ട്രീറ്റ്. പണ്ട് നമ്മൾ ഈ പലകയിലൊക്കെ വരച്ച് കളിച്ചുകൊണ്ടിരുന്ന അതേ കളി തന്നെ. പക്ഷെ ഇപ്പൊ ഇത് കമ്പ്യൂട്ടർ ഗെയിമായിട്ട് വന്നപ്പോൾ ഒരു കൗതുകം, അത്ര മാത്രം. ആ ഇനിയിപ്പോ ടീച്ചർ പറയേ. സാർ, ആ വിശ്വംഭരൻ സാർ പറഞ്ഞു സാറിനെ വന്ന് കാണണമെന്ന്. ഓ, കവിത ടീച്ചർ അല്ലേ? അതെ. ടീച്ചറിനെതിരെ കുട്ടികൾ പരാതി തന്നിരിക്കുകയാണ്. കുട്ടികളെ ജാതീയമായി പേര് പറഞ്ഞ് വിളിച്ച് അധിക്ഷേപിക്കുന്നു എന്ന്. ഓഫ്, ആരാ തന്നത്? നമ്മുടെ ആ ഗംഗാധരൻ പിള്ളയുടെ മോനില്ലേ, അവൻ്റെ പേരെന്നാ? അജീഷ്. അവൻ തന്നെ. ടീച്ചറെ,
അവരൊക്കെ നല്ല കുട്ടികളാണ്. ഇവിടെയൊക്കെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളാണ് അവരൊക്കെ. സർ, ഭൂമിയുടെയും ഉടമസ്ഥാവകാശത്തിന്റെയും ചരിത്രം ദളിത് പശ്ചാത്തലത്തിൽ എന്നതാണ് എൻ്റെ ഗവേഷണ വിഷയം. അയ്യോ ടീച്ചറെ, നിങ്ങളൊക്കെ ഏത് വിഷയത്തിൽ വേണമെങ്കിലും ഗവേഷിക്കുക, അതിലിപ്പോൾ നമുക്കല്ല. പിന്നെ ഒരു കാര്യം, ഈ ദളിതനൊക്കെ ഭൂമി കിട്ടിയിട്ട് എത്ര നാളായി? അല്ല 50-60 വർഷമായി കാണുമായിരിക്കും. ഒട്ടനെ അതിനെപ്പറ്റി ഒരു ചരിത്രവും പഠനവും ഗവേഷണവും. സർ, കിട്ടുന്ന അറിവുകൾ ചർച്ചയ്ക്ക് വയ്ക്കുക എന്നുള്ളതല്ലേ MA 4th സെമസ്റ്റർ പോലെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല, ഈ ഭൂമി പിടിച്ചടക്കലും നഷ്ടപ്പെടുത്തലും കീഴ്പ്പെടുത്തലും ഒക്കെ തന്നെയല്ലേ ചരിത്രത്തിന്റെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെയല്ലേ സർ ചരിത്രത്തിൽ നിന്നും സ്ത്രീകളും ദളിതരും പുറത്താക്കപ്പെട്ടത്. ഓഹോ, ടീച്ചർ ഒരു കാര്യം ചെയ്യാം. ടീച്ചർ ഈ വലിയ അറിവൊക്കെ നല്ല വെടിപ്പായിട്ടൊരു വെള്ളക്കടലാസിൽ അങ്ങോട്ട് എഴുത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ടീച്ചർ ബ്ലോഗിൽ എഴുത്, ആവശ്യമുള്ളവർ വായിച്ചോളൂ. അല്ലാതെ ക്ലാസ്സിൽ കണ്ടതൊക്കെ വിളിച്ചു പറയുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ വളരെ മുഖ്യമാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ 100 പ്രശ്നങ്ങളാണ്. കുട്ടികളൊക്കെ ഓരോരോ കൊടിക്കീഴില്, പിന്നെ വെട്ടായി കുത്തായി. കോളേജ് ഡിസിപ്ലിൻ മുഖ്യമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി തന്നെ നടക്കണം. പ്രത്യേകിച്ച് റിസർവേഷനും മറ്റു കാര്യങ്ങളും. അങ്ങനെയൊക്കെ തന്നെയല്ലേ സാർ വേണ്ടത്. അപ്പോ ഇതൊക്കെ ഞാൻ ടീച്ചറിനോടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ടീച്ചർ ഇവിടെ ഈ വേക്കൻസിയിലാണ് ജോലി നോക്കുന്നതെന്നുള്ള കാര്യം മാത്രം മറക്കണ്ട. സർ, ഇതൊരു ഭീഷണിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അയ്യോ ടീച്ചറെ, നിങ്ങളൊക്കെ വലിയ ആക്ടിവിസ്റ്റുകളല്ലേ? അല്ല, അല്ലെങ്കിൽ തന്നെ ഈ ജാതി എന്നൊക്കെ പറഞ്ഞാൽ എന്തുവായത്? പണ്ട് കാലത്ത് മുതിർന്നവരൊക്കെ തൊഴിലടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ചില വിഭജനങ്ങൾ, അത്രമാത്രം. നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള തൊഴില് യാതൊരു കൃത്യവിലോപവും ഇല്ലാതെ കൃത്യമായി വൃത്തിയായി ചെയ്യണം, അത്രമാത്രം. അതിനല്ലേ സനാതനധർമ്മം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ കടന്നു വന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാണ് എന്നോട് ഇരിക്കാൻ പറഞ്ഞത്. ടീച്ചർ എന്തോ പുതിയ ആരോപണമൊക്കെ ആയിട്ട് വരുന്നത്? അയ്യോ, ഒരു കാര്യം ചെയ്യാം, ടീച്ചർ ഇനി ഒരു 2 ദിവസത്തേക്ക് ഒപ്പിടണ്ട, അത്ര. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ടീച്ചറിനെ പറ്റിയുള്ള പരാതിയെ പറ്റി വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഞങ്ങൾ വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. ടീച്ചർ ചെല്ല്, 2 ദിവസം കഴിഞ്ഞിട്ട് വാ. ചെല്ല്. മോനെ, അതൊക്കെ മാറ്റിവെക്ക്. പുതിയ കളി, അതിന്റെ പേര് മോണോപ്പൊളി സ്ട്രീറ്റ്. ഇതില് നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുള്ള സ്ഥലം വാങ്ങിക്കാം, വിൽക്കാം, വേണമെങ്കിൽ വാടകയ്ക്കും കൊടുക്കാം. അത് കളിച്ച് പഠിക്കും. അതൊക്കെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾ ആരാണ്? നിങ്ങളെ ഇതിനു മുമ്പ് ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലേ? ഞാനിവിടൊക്കെ തന്നെ ഉള്ളതാ. വേണമെങ്കിൽ അവളോട് ചോദിക്കാം, അവളെ ഏതാന്ന്. എല്ലാരും ചോദിക്കുന്ന കേട്ടില്ലേ? ബംഗാളിയാണ്. আমরা নির্দোষ। দেখুন, আমি এই যে এখানে কাজ করি, মানে হলো আমার সংসার। നീ വിദേശിയല്ലേടാ? തൊഴിലാളിയായിട്ട് വന്നിരിക്കുന്ന പരദേശാണ്. বাবু, আমার গরিব লোক বাবু। ഭീകരവാദിയാണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? പാവങ്ങളാ, അവരെ എനിക്കറിയാം. എന്റെ ടീച്ചറെ, ഇതിനൊന്നും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഇവരാരാ എന്താ എന്നൊന്നും പറയാൻ പറ്റൂല. ടീച്ചർ പറഞ്ഞത് ശരിയാ. നിങ്ങളാരാ? ഞാൻ ആമിന, ഈ കോളേജിലെ സ്വീപ്പറാ. ഓഹോ, നിങ്ങൾ എന്താ ഇവിടെ ജാമതെടുക്കാൻ വന്നിരിക്കണോ? അത് പോകല്ലേ?
ഖാദിയ ശരീരെ ആലോ ढोके എന്നാൽ എന്റെ സുന്ദരിക്കുട്ടി സൂര്യനെ തന്നെ ഉള്ളിൽ കടത്തി വിട്ടിട്ടുണ്ടാകും. സർ, ഈ സ്ട്രീറ്റിന്റെ അവകാശി ആരാണ് സാർ? പകിടാറിന് കളിച്ചു നോക്ക്. ഇത് ഈ തെരുവിന്റെ ഇവിടെ മുതൽ ഇതോ അങ്ങേയറ്റം വരെ 25 കോടി രൂപയ്ക്ക് ഞാനങ്ങ് വാങ്ങിച്ചു. ആമിന, നിങ്ങൾക്ക് എൻ്റെ കഥ കേൾക്കണ്ടേ? KSRTC ഡ്രൈവറും കിഴക്കേച്ചിറയിലെ അംഗവുമായ രാജപ്പൻ്റെയും തങ്കയുടെ മകളും ഈ ഹിന്ദു കോളേജിലെ ചരിത്ര അധ്യാപികയുമായ കവിത ആർട്ടിയുടെ ഭൂമി ചരിത്രം. ഏയ് സ്വാഗതം, നിങ്ങളും കൂടിക്കോളൂ. ജെസ്സി എവിടെ? നിങ്ങൾക്കറിയണ്ടേ, കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള നിങ്ങളുടെ യന്ത്രത്തിന്റെ കണ്ണുകളിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച എന്റെ ചുമലിലെ മുഴയുടെ കഥ. പക്കിട്ട 12 1 2 65 ലക്ഷം രൂപ. അതിന് ഞാൻ ഈ സ്ഥലം വാങ്ങിച്ചു. 80 ലക്ഷം രൂപ. ആഹാ, 85. 1 കോടി. ദേ, ഇതാണ് രാജപ്പന്റെയും തങ്കയുടെയും സ്ഥലം. ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശം. ഈ കാണുന്നതാണ് നടവഴി. പുറകിൽ പാറകളും കല്ലുകളും നിറഞ്ഞ തരിശിടം. രാജപ്പൻ എൻ്റെ അച്ഛൻ. രാജപ്പനും തങ്കയ്ക്കും 3 മക്കൾ. ശോഭ, ഞാൻ കവിത, ഷാജി. ഏയ്, നമുക്ക് ഈ കളത്തിൽ നിന്ന് കളി തുടങ്ങാം. 12 2.1 കോടി രൂപയ്ക്ക് ഈ സ്ഥലം എങ്കിൽ ഞാൻ വാങ്ങിച്ചു. 12. 50 ലക്ഷം. 12 ഈ സ്ഥലം ഇതങ്ങ് വാങ്ങിച്ചു. 12 കോടി രൂപ. 12 കോടി രൂപയ്ക്ക് ടൂറിസ്റ്റ് കേന്ദ്രം അതിന് ഞാൻ വാങ്ങിച്ചു. 8 കോടി രൂപ. രാജപ്പന്റെയും തങ്കയുടെയും ഭൂമിക്ക് വിലയേറുന്നു. 12 1 2 3 4 5 40 കോടി. 40 കോടി രൂപ. ഇരുമ്പൂര് 25 കോടി രൂപ. വിനോദ നഗര വികസനം. 12 1 വികസനം. തങ്കയുടെയും രാജപ്പന്റെയും സ്ഥലത്തിന് വിലയേറുന്നു. ഇവിടെ ഞാനൊരു ഹോസ്പിറ്റൽ അങ്ങോട്ട് പണിത്. ഇത് 1.25 ലക്ഷം കോടി രൂപ. അതെങ്ങനെ വാട്ടർ തീം പാർക്ക്. വാട്ടർ തീം പാർക്ക് എന്നറിയോ? 50 കോടിക്ക് ഞാൻ അവിടെ സ്കൂൾ അങ്ങോട്ട് പണിത്. എന്റെ കയ്യിൽ പണമുണ്ട്. എന്റെ കയ്യിൽ പണമുണ്ട്. എനിക്ക് ഈ സ്ഥലം വേണം. അതെങ്ങനെ ശരിയാവും? അത് പുറമോ ഭൂമിയല്ലേ? ഇത് നമ്മുടെ പെട്രോൾ മുതലാളി ദിവാകരൻ. ഇതേ രാജപ്പ, ഞാനിപ്പോ ഈ സ്ഥലത്തെ MLA കൂടെയാണ്, ജനപ്രതിനിധി. നീ ഒരു കാര്യം ചെയ്യും, നീ ഉദ്ദേശിക്കുന്നതിലൊക്കെ കാശ് തരും മുതലാളി. അതങ്ങ് വാങ്ങിച്ചിട്ട് ആ സ്ഥലം എഴുതി കൊടുത്തേ. ഇല്ലില്ല, എന്റെ ഈ സ്ഥലം ഞാൻ തരില്ല. ഓ, ഓടാൻ തുടങ്ങി. ഞാനിവിടുത്തെ കരപ്രമാണ്. മുതലാളി പണിതരും, സ്ഥലം കൊടുക്കാൻ. രാജപ്പ അവരൊരു പാവാണ്. ഇഷ്ടംപോലെ പൈസ തരും. മാത്രമല്ല എനിക്ക് സർക്കാർ ഭൂമിയും തരും. കൊടുക്ക്. എന്റെ സാറേ, സ്ഥലത്തിന്റെ മൂല്യം പണത്തിലില്ല.
പറയാൻ കേട്ടില്ല കാശിന്റെ പുളിങ്കുരു അല്ല കൊടുത്തു ഇത് പോപ്റ്റാണ് നിനക്ക് ഒന്ന് ചെയ്തിട്ട് കൊടുക്കണം പൈസ പൈസ കൊടുക്കണം പൈസ പാവം രാജപ്രശ്നമാണ് ചത്തുപോയി ഹൃദയാഘാതം ആ ഈ തന്തയുടെ ജോലി മോന് കിട്ടും. ഷാജിയ എന്ത് കേൾക്കണുണ്ടോന്ന് അറിയില്ല ജോലിക്ക് ഇടുവാ ഇടുവാ ഷാജി അതുണ്ടല്ലോ ഷാജി ഏതായാലും നിന്റെ അച്ഛൻ ഇതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു ചത്തുപോയി ഒരു കാര്യവും ഉണ്ടായില്ല അല്ലേ ഈ നല്ല ചുറുചുറുക്ക് ചുണക്കുട്ടനല്ലേ ഒരു കാര്യം ചെയ്യും നീ പറയുന്നതിനൊക്കെ ഒരു 20% കാശങ്ങ് വാങ്ങിച്ചാൽ സ്ഥലം മുതലാളി കൊടുത്തേരും ഇല്ല, സ്ഥലം വിട്ടു തരില്ല. എന്താ ഷാജി മുതലാളി കൊണ്ടുപോയതൊക്കെ ശരിയാവും നീ ചെല്ല് ചെല്ല് നീ അങ്ങോട്ട് ചെല്ല് ആ പോട്ടെ അങ്ങോട്ട് പോട്ടെ മുതലാളി ഇത് അനീതിയാണ്. പെണ്ണുങ്ങളെ, നിങ്ങൾ വിധിപ്രകാരമല്ല കളി കളിക്കുന്നത്. ഞാൻ പണം തന്നാൽ എനിക്ക് സ്ഥലം വിൽക്കണം. ഇല്ല, ഞങ്ങളുടെ പൊന്നപ്പൻ രാജപ്പൻ തരാത്തത് ഞങ്ങൾ തരില്ല. നാട്ടുകാരെ, ഇവർ നിയമം തെറ്റിച്ചാണ് കളിക്കുന്നത്. ഞാൻ പകിട ഉരുട്ടി ഇവരുടെ സ്ഥലത്തെത്തി. ഇത് വാങ്ങാനുള്ള പണം എന്റെ കൈവശമുണ്ട്. പക്ഷേ ഇവർ സ്ഥലം വിൽക്കുന്നില്ല. ഇല്ല, ഇത് അനീതിയാണ്. അതുകൊണ്ട് ഈ നടവഴി, ഈ പൊതുസ്ഥലം ഞാൻ കൈക്കലാക്കുന്നു. തീർന്നില്ല തീർന്നില്ല. ഈ നടവഴി ഇനി മുതൽ എന്റെ ഹോട്ടൽ സ്വസ്തിയുടെ ഡ്രൈനേജായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത് അനീതിയാണ്. എങ്ങനെ മുതലാളി നല്ല കളി കളിച്ച് പകിട ഉരുട്ടി നിങ്ങളുടെ സ്ഥലത്തെത്തി എണ്ണം പറഞ്ഞ പൈസ ആണെന്നും പറഞ്ഞു എന്നിട്ട് നിങ്ങൾ വിൽക്കാതെ കളി തെറ്റിക്കുന്നത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? അല്ലേ? ഞങ്ങൾ സ്ഥലം തരില്ല. ഇത് അനീതി തന്നെയാണ്. ഇതെന്താ അനീതി? ഞങ്ങള് ഭയങ്കര ജനാധിപത്യപരമായ രീതിയല്ലേ കളിച്ചത്? അല്ലേ? അല്ലേ? അത് തന്നെയല്ലേ ഈ കുത്തക കളി. അനീതി അവസാനിപ്പിക്കുക. കുത്തക മുതലാളിമാരെ നിയന്ത്രിക്കുക. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തരിക. അനീതി അവസാനിപ്പിക്കുക. ഞാൻ വിനോദ്. കോളേജ് അധ്യാപനവും അല്പം രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഈ സ്ത്രീകളുടെ സമരം എന്നെ വല്ലാതെ ആകർഷിച്ചു. എന്നിലെ നീതിബോധം ഉണർന്നു. ഒരു ഗൗരവക്കാരനും വിഷാദഭാവം ഉള്ളിൽ ഒളിപ്പിച്ചു എന്ന് തോന്നുന്ന മുഖവുമുള്ള വിനോദ് ഞങ്ങളുടെ സമരത്തിന് ഞങ്ങളോടൊപ്പം ചേർന്നു. ഇത് ഒരു വഴിയടക്കൽ കളിയാണ്. നിങ്ങൾക്ക് ഭൂമി ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ എത്തിച്ചേരാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഈ പണം ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്കത് ഒരിക്കലും വിനിയോഗിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ചുറ്റും അന്ധകാരമായിരിക്കും. എല്ലാ സമൃദ്ധിയുടെ നടുവിലും നിങ്ങൾ ദരിദ്രരായി ജീവിക്കേണ്ടി വരും. മൊണോപ്പൊളി സ്ട്രീറ്റ്. ഇവിടെ ഈ കളി നമുക്കൊന്ന് മാറ്റി കളിക്കണം. വിനോദ്, കളിക്കളത്തിലൊന്നും ഞങ്ങൾക്കിടമില്ല. പക്ഷേ ഞങ്ങളുടെ അവകാശങ്ങൾ വീണ്ടെടുക്കാനായി കളിക്കളത്തിനകങ്കളിയുടെ നിയമങ്ങളെന്ന നൂൽപ്പാലത്തിലൂടെ ഞങ്ങളും വിനോദും യാത്ര തുടരുന്നു. അനീതി അവസാന
അവസാനിപ്പിക്കുക. അനീതി അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തരിക. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തരിക. കുത്തക മുതലാളിമാരെ നിയന്ത്രിക്കുക. നിർത്തിക്കോ, സമരൊക്കെ പൊളിഞ്ഞ്. നിങ്ങൾ അനിയൻ ഷാജിയില്ലേ, അവൻ സ്ഥലം മുതലാളിക്ക് വിറ്റ് കൈ നിറയെ പൈസയും കിട്ടി. പിന്നെ അമ്മക്ക് സർക്കാർ വക ഭൂമി, ഇതിൽ കൂടുതൽ ഇനി എന്ത് സമരൊക്കെ നിർത്തി പക്കോ. The stock exchange is a global marketplace. When companies decide to go public, they അമ്മയ്ക്ക് കിട്ടിയ ഭൂമിയിൽ ഒരു വീട് വെക്കാനും നിങ്ങൾ പെങ്ങന്മാരെ കെട്ടിച്ചു വിടാനുള്ള പണം ഇന്ന് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വരണം. വരൂ കവിത. ഇല്ല, ഞാൻ വരുന്നില്ല. become shareholders and own part of the company. Shareholders, unless they own a significant percentage of the company's shares, are unlikely to have any direct say. എനിക്ക് സമരം തുടരണം. നിങ്ങൾ ഞാനുണ്ട് കൂടെ. വികസിച്ച പ്രദേശങ്ങളിലൊന്നും ഞങ്ങൾക്കിടമില്ല. ഷാജിയുടെയും അമ്മയുടെയും ഇടം ഏതെങ്കിലും പിന്നാമ്പുറത്തായിരിക്കും. അവിടം ഒരു നഗരമായി മാറുന്നതുവരെ, അതിനുശേഷം വീണ്ടും അരികുകളിലേക്ക്, വീണ്ടും അരികുകളിലേക്ക്. കഴിയുമീരാവെനിക്കേറ്റവും ദുഃഖഭരിതമായ വരികൾ എഴുതുവാൻ. ശിഥിലമായി രാത്രി നീലനക്ഷത്രങ്ങൾ അകലെയായി വിറകൊള്ളുന്നു. ഗഗനവീഥിയിൽ ചുറ്റിക്കറങ്ങുന്ന വിരഹിയാം നിശാമാരുതൻ പാടുന്നു. കഴിയുമീരാവെനിക്കേറ്റവും. വിനോദ് ഒരു വ്രണിത കാമുകനാണല്ലേ? കാഞ്ചന അവൾ പാവമായിരുന്നു. അവളുടെ വലിയ കണ്ണുകൾ ദൂരെ എപ്പോഴും ഏതോ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ബോംബെയിലോ മറ്റാണെന്ന് തോന്നുന്നു. അവളുടെ മകളുടെ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ പ്രണയം ഏകപക്ഷീയമായിരുന്നു അല്ലേ? പക്ഷേ ഇതുപോലൊരു സമരപ്പന്തലിൽ വെച്ചാണ് കാഞ്ചനയുടെ അപ്പ എന്നോട് കയർത്തത്. ഒരു പുരட்சிக்காரൻ എൻ മകൾക്കെല്ലാം മാപ്പിളയായി വര മുടിയാതെ. ஏனென்றால் பிராமணனுடைய புருஷார்த்தம் என்கிறது மோட்சம்தான். புரட்சி கிரட்சி எல்லாம் பிராமணருக்கு செல்லாம். போடா முட்டா பயலேன்னு. കാഞ്ചന ഓ, അവളൊരു പാവമായിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ കാവൽക്കാരെ മറികടക്കാനുള്ള ശേഷിയൊന്നും അവൾക്കന്ന് ഉണ്ടായിരുന്നില്ല. ഓ, വിനോദ് അവളെ വിളിച്ചില്ലേ? പക്ഷേ ഇല്ല, ഇനി വിളിച്ചിട്ട് അവൾ വന്നില്ലെങ്കിലോ എന്ന ഭയമായിരുന്നു. എനിക്കന്ന് വളരെ ചെറുപ്പമായി. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ ഇടം നീയുമായി പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറാണ്. വിനോദ് ജീവിതം പങ്കുവെച്ചപ്പോൾ
നിനക്ക് നിന്റെ ഇടം കൂടി ഇല്ലാതായി അല്ലേ? ഈ നമ്മൾ രണ്ടുപേരെടുക്കുന്ന തീരുമാനം ഒരുപക്ഷെ എല്ലാവരും ഒന്നും അംഗീകരിക്കണമെന്നില്ലല്ലോ. പകിട 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 12 1 2. ആ ഈ സ്ഥലം ഞാൻ വാങ്ങിച്ചിരിക്കുന്നു. വേഗം ഒന്ന് ഒഴിഞ്ഞ് മരുന്ന്. അതെങ്ങനെ? വാടക കരാർ കാലാവധി കഴിഞ്ഞില്ലല്ലോ. ആ കരാറൊക്കെ ഞാൻ റദ്ദ് ചെയ്ത്. എന്റെ കക്ഷി പകിട കറിഞ്ഞ് നല്ല കളി കളിച്ച് ഇവിടെ എത്തി, പണം തന്നു. അപ്പോൾ വീട് എന്റെ കക്ഷിക്ക്. ഇത് നിയമ ലംഘനമാണ്, ഞങ്ങൾ ഒഴിഞ്ഞു തരില്ല. ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പരാതി ലഭിച്ചിട്ടുണ്ട്. എന്റെ കക്ഷിയുടെ വീടിനെ സംബന്ധിച്ച് ഇത്തരം പരാതികൾ മാനഹാനി വരുത്തുന്നു. ഇതാണ് ഇവിടെ പണി. ആ അത് റെഡിയാക്കി തരാം. അതിനുള്ള പണി നമുക്കറിയാം. അരിയേ സരസ്വതി അമ്മേ നമ്പുരാട്ടി ഞാനിതാ വന്നിക്കുന്നൻ. പാലക്കാട് മിസ്റ്റർ വിനോദ് അല്ല, മിസ്റ്റർ വിനോദ് വെങ്കടകൃഷ്ണ നാരായണ സ്വാമിയുടെ തറവാടിരിക്കുന്ന സ്ഥലം. എനിക്കും അമ്മയ്ക്കും കളിക്കളത്തിന് പുറത്തെങ്കിലും ഇടമുണ്ട്. നമുക്കത് പോലുമില്ല അല്ലേ വിനോദ്? എന്റെ ഇടം ഇവിടെ തന്നെ ഉണ്ട്. അതെയോ? ആഹാ, ദാ ആലത്തൂർ തറവാട്ടിൽ ഇലയിട്ടു. ക്ഷണമുണ്ട്, പക്ഷേ ഇടമുണ്ടോ? വലിയ മാവന്റെ മകളുടെ കല്യാണമാണല്ലേ? ക്ഷണമുണ്ട്, പക്ഷേ ഇലയില്ല. എന്റെ അച്ഛന് തീരെ വയ്യാതിരുന്നപ്പോൾ എന്നെ നോക്കിയതല്ല എന്റെ വലിയ മാമയാണ്. വലിയ മാമയുടെ കല്യാണത്തിന് ഞാൻ പോകണ്ടേ? താലികെട്ട് കഴിയുന്നത് വരെ സ്ത്രീകൾ, അത് കഴിഞ്ഞിട്ടും എനിക്ക് ചുറ്റും കൂടി നിൽക്കുക. എന്നിട്ട് വിനോദിനെ പന്തിയിലിരുത്തി ഊണ് തരിക. ഊണ് കഴിഞ്ഞിട്ടും എന്നോടൊന്നും പറയാതിരിക്കുക. എനിക്കറിയാം വിനോദ്, ഞാൻ പാവം ചാമിയുടെയും ചിരിതയുടെയും പരമ്പരയല്ലേ. ഇക്കാര്യത്തിന് വേണ്ടി ഞാൻ നിന്നോട് എത്ര തവണ ക്ഷമ ചോദിച്ചു കവിത. അവനവൻ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് മാറേണ്ടി വരുമ്പോൾ ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. സാംസ്കാരികമായ പൊരുത്തക്കേടുകൾ, അതായത് കൾച്ചറൽ ഡിഫറൻസസ് അല്ലേ? എല്ലാ ബന്ധങ്ങൾക്കും ഒരു തുടർച്ചയുണ്ട്. ഇപ്പൊ ചാമിയുടെ ചിരിതയുടെ കാര്യമൊക്കെ നീ തന്നെയാണല്ലോ പറഞ്ഞത്. വിനോദ്, ഞാൻ കാരണം നിന്റെ തുടർച്ചയുടെ കണ്ണി മുറിഞ്ഞു പോയി അല്ലേ? പക്ഷെ മറിച്ച് സംഭവിക്കാറില്ലല്ലോ. ഓ, നീ എന്തിനാണ് ഇങ്ങനെ വാക്കിന് വാക്ക് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ നിയമങ്ങൾ കൊണ്ടൊന്നും എപ്പോഴും ജീവിതത്തെ ഒന്നും അളക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ഓർക്കുന്നു വിനോദ്, ആ വലിയ തറവാടിന്റെ തെക്കേപ്പുറത്തുള്ള മതിലും ചാരി നിന്നത്. അകലെ പെരിക്കാക്കകൾ ഉരുളകൾ കൊത്തി തിന്നുന്നുണ്ടായിരുന്നു. അത് നോക്കി നിന്നപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് വല്ലാത്ത ദാഹമാണ് അനുഭവപ്പെട്ടത്. അടുത്തുള്ള ടാപ്പിൽ നിന്ന് ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. എത്ര കുടിച്ചിട്ടും എന്റെ ഉള്ളിലെത്തി അതടങ്ങിയില്ല. വിപ്ലവകാരിയായ വിനോദ്, എന്റെ ഭർത്താവ്, പണ്ടെങ്ങോ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ ആ ചരട് അത് തോളിലൂടെ ഇട്ട് അച്ഛന് ശ്രാദ്ധം ചെയ്യുന്നു.
സ്വസ്തി പ്രജാഭ്യാം സ്വസ്തി പ്രജാഭ്യോ പരിപാലയന്താം പരിപാലയന്താം ന്യായേന മാർഗേണ ന്യായേന മാർഗേണ മഹീമഹീഷ മഹീമഹീഷ ഗോബ്രാഹ്മണേഭ്യം ഗോബ്രാഹ്മണേഭ്യോ സുഖമസ്തു നിത്യം സുഖമസ്തു നിത്യം ലോകാ സമസ്ത ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സുഖിനോ ഭവന്തു. അടുത്ത് ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. അതിനടുത്ത് ജ്യേഷ്ഠന്റെ ഭാര്യ ദർഭയും പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. വിനോദ് തനിച്ചായിരുന്നു. അതുകൊണ്ടാവണം വിനോദിന്റെ തോളിലെ ചരടിന് ജ്യേഷ്ഠന്റെ തോളിലെ ചരടിനേക്കാൾ എണ്ണം കുറവായിരുന്നു. ആ എണ്ണം കുറഞ്ഞ ചരട് അണിഞ്ഞുകൊണ്ട് വിനോദ്, നിന്റെ ഭാര്യ കവിത എന്ന എന്നെ നീ ഇല്ലാതാക്കി വിനോദ്. നീ അവിടെ എന്നെ ഇല്ലാതാക്കി. തെരുവിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ആ കറ ഞാൻ തുടച്ചു കളഞ്ഞുകൊണ്ടിരുന്നപ്പോ നീ ചോദിച്ചില്ലേ എവിടെ നിന്നാണ് ഇത്രയും കറയുന്നത്? ദാ നോക്ക്, ഇന്ന് പണിയെടുത്ത് എന്റെ പാതി ജീവൻ പോകുമെന്ന് തോന്നുന്നു. പുറത്താക്കലിനേക്കാൾ ഭീകരമാണ് വിനോദ് ഇല്ലായ്മ ചെയ്യൽ. ആ ഒരു ചരട് കൊണ്ട് നീ എന്നെ ഇല്ലാതാക്കി. അതിന്റെ ഉഗ്രതയിൽ എന്റെ ഉള്ളിലെ ഭ്രൂണം അത് ദഹിച്ചു പോയി. കാ കാ കാ. ഞാൻ ഇതേക്കുറിച്ച് എന്ത് വിശദീകരണം തരാനാണ്? എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കല്യാണത്തിന് എതിര് നിൽക്കാത്ത എൻ്റെ അച്ഛൻ, അതിൻ്റെ പേരിൽ ഒരുപാട് അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മോക്ഷം എന്ന സങ്കല്പത്തിന് തുണയാകാൻ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ പൂണൂൽ ഞാൻ അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അത് നിന്നെ പുരുഷാർത്ഥങ്ങളിൽ മോക്ഷം, പിന്നീട് ഒരിക്കലും കവിത എന്ന നിന്റെ ഭാര്യ ഒരിക്കലും വീണ്ടെടുക്കപ്പെട്ടതേയില്ല. പക്കിട്ട 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 12 കളി കഴിഞ്ഞോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്ക് കൂടുന്നത്? കളിക്കളത്തിൽ എനിക്കെന്റെ ഇടം കണ്ടെത്തണ്ടേ? പകിട 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 12. 1 2 3. আমরা দেশ ছেড়ে এখানে এসেছি। এই কোন দেশ আমি জানি না, চারিদিকে অজানা জায়গা। এই কোন দেশ আমি জানি না, মুন্নার মা জানি না। সাহিরা, ওই সাহিরা, আমি চাকরি পেলাম।
ওই যে হোয়াইট স্টার কনস্ট্রাকশন কোম্পানিতে। খুব মেজা আমার চপলাই কিনে এলাম কিন্তু। দেব সোনা দেব, এইবার দেখে আমি তোমায় রাজকুমারীর মুক্ত রাখবো। কি মাগো, আমি কি রানী হব? তারপর ও দূর সেই মেঘগুলোর মধ্যে আমি এক বাড়ি করব। আমি এক বাড়ি করব। সাহিরা, আমি এক এই সাহিরা, তুই আর কতদিন এইভাবে পূর্ণ গর্ভবতী হয়ে গান গেয়ে ডাকবি বলতো? এইখানকার মসজিদের কথা অনুসারে গান গাওয়াটা হারাম। কোকিল পাখির গান আনন্দদায়ক বলে, আবার খাঁচায় বন্দি থাকতে হয়। এবার কিন্তু তোমার হৃদয়ে নীরবতায় বসে আমি গান গাবো। এসো, আমি যা। আমি আম্মা। আমি আম্মা। আচ্ছেন আবু। আচ্ছন আবু। আবু আচ্ছন। ഒന്ന് വാതിൽ തുറക്കണ്ടേ താമര പൈങ്കിളിയേ. ചുമ്മാ ഒന്ന് കാണാനാ. വാതിൽ തുറക്കണ്ടേ താമര പൈങ്കിളിയേ. തുറക്ക്. ചുമ്മാ ഓയ്. പഠിച്ചു. അമ്മി അതെ, അമ്മി അമ്മ അപ്പു അപ്പു. ഓ ഇവിടുത്തെ അപ്പു. আমি বাবা এসেছে দরজা খোলে। হাই, কি সুন্দর হাওয়া। রাতের খাবার বেড়ে দেবো। সাহিরা, কি বলো? তুই কেন মা হলি না রে? আমার বন্ধুরা এই নিয়ে আমায় টাকা করে। আমার পেট খালি অবদ্ধ করছে, হ্যাঁ? তাই না যাতে আমার নিয়ে ফুর্তি করতে পারবে। তুই তাহলে ছেলেদের সাথে ফুর্তি করবি? তোকে লাভ দিয়ে মেরে শেষ করে দেবে একেবারে অহংকারী। বাচ্চার ঘরে গালে পেট ধরে হাঁটছিস আর বলছিস তুই গর্ভবতী। বাচ্চা বিয়ে, তুই এক্ষুনি বাচ্চা পিও, না বলে না মাস্টারও গে। মারো, আমায় মেলে ফেলে দেবো। হ্যাঁ, বন্ধুদের নিয়ে ও দোকানদের ফেলে দেবে। ও পুতুলদের অদস্য শরীরের উপর খিদা মেটানোর অদস্য তোমার। এবার আমার লাশ হলেল চালবে, তাই না? আমি দরকার রাস্তা কুকুর হয়ে গেছি।
কোন দেশ আমি জানি না। কোথায় আমি জন্ম নিতে পারি? কেমন করি আমি মরবো? পরদেশে ডুবে গিয়ে। আমি কি নিষ্প্রাণ হয়ে গেল? পাগল কুকুর, পাগল কুকুর, পাগল মতো যা দেখতে পাচ্ছি। काय तावड्याचे जे, काय तावड्याचे जे। আমাদের বিশ্বাস অবিশ্বাস বাইরে একটা জায়গা আছে, সেখানে তোমার সাথে আমার দেখা হবে। যখন আমার শরীর আধা ঘাস উপর শুয়ে থাকবে, তখন এই অজস্র জগতর কথায় আমরা ভেলে যাব। মুন্না, সিয়াদ মুন্না, मुन्ना, মুন্না, ए बेड़े मुन्ना, ए मुन्ना, মুন্না, मुन्ना, ए मुन्ना। মুন্না। हेरा, ওই যে পরিগা, পরিগা, ওখানে পরিগায় গালি বড় হচ্ছে, গালি বড় হচ্ছে। মুন্না, এ মুন্না, আরে মুন্না, মুন্না, কোন দেশ নাকি উন্নির আমি জানি না। কেমন করি আমি কেমন করি আমি মরব? পরদেশে ডুবে গিয়ে। তুমি কেমন জন্মলি আমার বাচ্চা? তুমি কেমন জন্মলি?
ചൂരും ചെളിയും നിറഞ്ഞൊഴുകും ഈ ശരീരങ്ങളിൽ നിന്നും അറിവിന്റെ പുതിയ വിത്തുകൾ പാകപ്പെടുത്തുക തന്നെ വേണം. സ്നേഹവും വെറുപ്പും മറികടന്നുള്ള ഉന്നിക്കേൽക്കലൂടെ ഇടം തരണം. ചെത്തിമിനുക്കിയ പൂന്തോട്ടത്തിന്റെ പച്ചപ്പിൽ പുതിയ ചുവന്ന കറ ഇറ്റിക്കുക വേണം. നമുക്കതിനാകുമോ ഈ വഴുവഴുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ? എന്റെ കുഞ്ഞിന്റെ വിരങ്കിളിച്ച കായ്ക്കടൽ പിടിച്ച് ഞാൻ ഈ ചെളിക്കുണ്ടിൽ നിന്നും പിടുത്തു വരും. എന്റെ സുന്ദരി പെണ്ണിന്റെ തോളിൽ കയറി ഞാനും ഒതുക്കപ്പെട്ട എന്റെ ചരിത്രത്തിന്റെ താളുകൾ ചീന്തി വള്ളമുണ്ടാക്കി ഞാനതിൽ രക്ഷപ്പെടും. എന്റെ കുഞ്ഞിന്റെ വിറങ്ങളിച്ച ശരീരം ജലത്തിന്റെ മൃതാവസ്ഥയിൽ തൂങ്ങി ഞാൻ ഇവിടെ നിന്നും കരകയറും. ആ കരയിൽ എവിടെയൊക്കെയോ നമുക്കൊന്നിക്കാം. ആ കരയിൽ എവിടെയൊക്കെയോ നമുക്കൊന്നിക്കാം. ആ കരയിൽ എവിടെയൊക്കെയോ നമുക്കൊന്നിക്കാം. നമുക്ക് ദൈവങ്ങളെ വെല്ലുവിളിക്കാം. നമുക്ക് ദൈവങ്ങളെ വെല്ലുവിളിക്കാം. നമുക്ക് ദൈവങ്ങളെയും മതത്തെയും വെല്ലുവിളിക്കാം. പുതിയ സൃഷ്ടി നടത്താം. പുതിയ സൃഷ്ടി നടത്താം. പുതിയ സൃഷ്ടി നടത്താം. സൃഷ്ടി എന്ന നിന്റെ ഭാവനയെ പൂർണ്ണതയിലെത്തിക്കുവാൻ ഞാൻ എന്റെ ശരീരം അതില്ലെങ്കിൽ നീ എന്തു ചെയ്യും? സൃഷ്ടി എന്ന നിന്റെ ഭാവനയെ പൂർണ്ണതയിലെത്തിക്കാൻ ഞാൻ എന്റെ ശരീരം അതില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? സൃഷ്ടി എന്ന നിന്റെ ഭാവനയെ പൂർണ്ണതയിലെത്തിക്കാൻ ഞാൻ എന്റെ ശരീരം അതില്ലെങ്കിൽ നീ എന്ത് ചെയ്യും?
এক মন হলে সেই যেতে পারে ওই আমার গৌরী চাঁদের দরবারে এক মন হলে সেই যেতে পারে এক মন হলে সেই যেতে পারে